ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല, നമ്മുടെ ജൂൺ മന്ത് എങ്ങനെയായിരിക്കും, മന്ത്ലി റീഡിങ്ങിൽ ജൂൺ മന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂൺ മന്തിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഓക്കെ, എന്തൊക്കെ ബ്ലെസ്സിങ്സ്, ഗൈഡൻസ്, അതുപോലെ തന്നെ ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, കരിയർ എങ്ങനെയായിരിക്കും, അത് മാത്രമല്ല നിങ്ങളുടെ ഫൈനാൻസ് എങ്ങനെയായിരിക്കും, സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും, ഓവറോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ജൂൺ മന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോൾ ലെസൺ എന്തെങ്കിലും ഉണ്ടോ പർട്ടിക്കുലർ, അതുപോലെ നിങ്ങളുടെ സ്പിരിറ്റ് അനിമലിന് എന്താണ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്, ഇതിങ്ങനെയുള്ള ഓവറോൾ എല്ലാ എനർജീസും നമ്മൾ നോക്കും. ഇതൊരു പൈൽ റീഡിംഗ് ആണ്. പൈൽ 1, പൈൽ 2, പൈൽ 3. പൈൽ 1 ഗ്രീൻ അവഞ്ചുറീൻ ആണ്. പൈൽ 2 എന്ന് പറയുന്നത് ഓറഞ്ച് കാൽസൈറ്റ് ആണ്. പൈൽ 3 എന്ന് പറയുന്നത് ലാപ്പിസ് ലസൂലി ക്രിസ്റ്റൽ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകിൽ പൈൽ 1, 2, 3 എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഇല്ല, ക്രിസ്റ്റൽസ് ആണ് നിങ്ങൾക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ക്രിസ്റ്റൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ ഗൈസ്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ കാണുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗ്രീൻ അവഞ്ചുറീൻ ആണ്. എനിക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ റിലവൻ്റ് ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ജൂൺ മന്ത് എന്നുള്ള എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്ര ഹീലിംഗ്, ഓക്കെ, ഹീലിംഗ് മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട്. ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻസ് കേൾക്കുക സ്ഥിരമായിട്ട്. ഓക്കെ, 21 days എങ്കിലും മിനിമം കേൾക്കുക. ഇല്ല, നിങ്ങൾക്ക് ഹാർട്ട് ചക്ര വൈസ് നിങ്ങൾ ഓക്കെ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഓക്കെ, എല്ലാവർക്കും ഇത് റെലവൻ്റ് ആണെന്നില്ല. ഓക്കെ, നമുക്ക് എന്താ നോക്കാം നിങ്ങളുടെ ഓവറോൾ എനർജി. വാവ്, ജൂൺ മന്തിൽ നിങ്ങളുടെ ഓവറോൾ എനർജി ഒന്നും എനിക്ക് പറയാനില്ല. കാര്യം വെച്ചാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ചേഞ്ചസ് ആണ്. എനിക്കിവിടെ കൂടുതലും പോസിറ്റീവ് ചേഞ്ചസിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല എന്താ പറയുക, രസകരമായിട്ടുള്ളതിനേക്കാളും എന്താ പറയുക, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, അത് നിങ്ങളുടെ കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടാവാം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ. അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മൾ പറയില്ലേ എന്തോ ഭയങ്കര ഒരു ചേഞ്ച്. കാരണം മെയ് എന്ന് പറയുന്നത് ചേഞ്ചസിൻ്റെ ചലഞ്ചസിൻ്റെ മന്താണ്. അത് കഴിയുമ്പോൾ ബാലൻസ് ആൻഡ് ഹാർമണി വരുന്ന ഒരു മന്താണ്. ഈ പറഞ്ഞ പോലെ ബാലൻസ് ആൻഡ് ഹാർമണിയുടെ നമ്പറാണ് 6. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജൂൺ മന്ത് ഓവറോൾ എനർജി. ഓക്കെ, നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്, നമുക്ക് ഓവറോൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. അത് മാത്രമേ ഇൻ പർട്ടിക്കുലർ നമ്മുടെ റിലേഷൻഷിപ്പ്, അതുപോലെ കരിയർ, മണി സിറ്റുവേഷൻ, സ്പിരിച്വാലിറ്റി, പിന്നെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുള്ള സ്പിരിറ്റ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇൻ പർട്ടിക്കുലർ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് മന്ത് ഉള്ളത് നോക്കാം. ദ സൺ കാർഡ്, സൂപ്പർ. റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. എസ്പെഷ്യലി ദ സൺ കാർഡ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടാവുന്ന വെച്ചാൽ ദ ബെസ്റ്റ് കാർഡാണ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ. പോസിറ്റീവ് ചേഞ്ചസ്, ഗുഡ് ലക്ക്, ബ്ലെസ്സിങ്സ്, ജോയ്. ചില ആൾക്കാരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ടൈം തന്നെയായിരിക്കും റിലേഷൻഷിപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. അത് മാത്രമല്ല, ചില ആൾക്കാരുടെ കേസിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് അറിയില്ലായിരുന്നു, നിങ്ങൾ അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു, ഒട്ടും നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം റിവീൽ ആവുന്നൊരു മന്തായിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, അത് പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ കഴിഞ്ഞിട്ടാണ് നമുക്ക് സൺ കാർഡ് വരുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു റെവലേഷൻ പോലൊരു ടൈം ആയിരിക്കും റിലേഷൻഷിപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അത് പറഞ്ഞിട്ടുണ്ടാവില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു ചേഞ്ചിങ് എഫക്റ്റ് ആയിരിക്കും. ജഡ്ജ്മെന്റ് കാർഡാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് പരമായിട്ട് വരുന്നത്. ഫൈനാൻസിൽ ജഡ്ജ്മെന്റ് കാർഡ് വരുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് പുതിയ പുതിയ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡിവൈൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫൈനാൻസ് പരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഡിവൈൻ ഇൻ്റർവ്യൂൻ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ എനർജിയാണ്.
അപ്പം ഭഗവാൻ പല പല വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു മന്തായിരിക്കും ഈ പറഞ്ഞ പോലെ. ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് ജൂൺ മന്ത് പോസിറ്റീവാണ്, വളരെ പോസിറ്റീവാണ്. കാരണം ഡിവൈൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പൈസ കുടുങ്ങി കിടക്കുകയാണ്, നിങ്ങൾക്ക് അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, നിങ്ങളത് വിട്ട് കളഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്നും ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നമുക്കത് വന്നു ചേരുന്നു എന്ന് പറയില്ലേ, ഇങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് ഫൈനാൻസ് പരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. കരിയർ വൈസ് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുകയാണ് കേട്ടോ. കരിയർ വൈസ് പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഡിസിഷൻ എടുക്കുന്നു. ചില ആൾക്കാർ ലീഡർഷിപ്പ് റോളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, ലീഡർഷിപ്പ് റോളിൻ്റെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ പല ആൾക്കാരും ആ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ജോയിൻ ചെയ്യുന്നു. ചിലർക്ക് ഉറപ്പായിട്ടും പ്രൊമോഷനാണ്, നെക്സ്റ്റ് മന്ത് പ്രൊമോഷൻ എനർജി ഉണ്ട്, നിങ്ങൾ ആ ലീഡർഷിപ്പ് റോളിലേക്ക് എത്തുന്നു. പിന്നെ പല പല ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയർ വൈസ് ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു ടൈമായിരിക്കും. പല ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നു, അതും നിങ്ങളുടെ കരിയർ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ബിസിനസ് പ്രപ്പോസൽസ് നിങ്ങൾ എടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, വേണ്ടുന്ന എന്താ പറയുക കോൺട്രാക്റ്റിലൊക്കെ ജോയിൻ ചെയ്യുന്നു. പക്ഷെ ക്ലിയർ കട്ടായിട്ട്, അതായത് ചുമ്മാ കയറി ചെയ്യുന്നതല്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അത് വളരെ റെലവൻ്റ് ആയിരിക്കും. നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ പറയും ഞാൻ ലീഡർഷിപ്പ് റോളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു മന്ത് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ജൂൺ മന്ത്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും? പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളിൽ പല കാര്യങ്ങളും. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് പലതും നമ്മുടെ ലൈഫിൽ വരും, നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും സൈൻസ് ആണെങ്കിലും പോസിറ്റീവ് സൈൻ ആണെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പലയിടത്തും നിങ്ങൾ കേൾക്കുന്നു പല കാര്യങ്ങളും സ്പിരിച്വാലിറ്റിയെ കുറിച്ച്. എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇത് ന്യൂ ജേർണി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എനിക്ക് ന്യൂ എനർജിയാണ്, എനിക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എപ്പോഴും. അതുപോലെ ചില കമ്മ്യൂണിക്കേഷൻസ് വന്നു ചേർന്നു, ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എനർജി ഇല്ല. പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, ഉറപ്പായിട്ടും സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ടൈമായിരിക്കും. പുതിയ ചക്ര ഹീലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസിനെ കുറിച്ചോ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്നൊരു ടൈമായിരിക്കും. ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് മന്ത് ജൂൺ മന്ത് വളരെ റെലവൻ്റ് ആണ്. കാരണം എല്ലാ എനർജീസിനും ഒരു പോസിറ്റീവ് എനർജിയും പ്രോബബിലിറ്റിയും ഒക്കെ ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ പറയുകയാണെങ്കിലും സൂപ്പർ എനർജി. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്ന ഒരു മന്തായിരിക്കും. ലൈക്ക് നമ്മൾ മറ്റുള്ളവരിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ടൈം കൂടിയാണ് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, നമ്മൾ നമ്മളിലേക്കാണ് നോക്കേണ്ടത്, നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷൻ നിങ്ങൾ തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് നെക്സ്റ്റ് മന്തിലത്തേക്ക് വളരെ വളരെ റിലവൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ പറയില്ലേ, അത് മാത്രമല്ല പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അടുത്ത മാസം അവർ പറഞ്ഞോണ്ട് പോട്ടെ, ഞാൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളാം, അല്ലെ എനിക്ക് എന്താണോ റിലവൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാം, അതിന് എനർജി കൊടുക്കാം, പറയുന്നവർ പറയട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പൈൽ വൺ അത് ഭയങ്കര സൂപ്പർ ആറ്റിറ്റ്യൂഡാണ്. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെവി കൊടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്, അവർ പറയുന്നതാണ് റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറുകയാണ്. അതായത് നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനെ ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതെല്ലാം മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുന്നു, നമുക്കറിയാം നമുക്ക് കറക്റ്റായിട്ട് ഗൈഡൻസ് കിട്ടുന്നുണ്ട്, സ്പിരിറ്റ് ഗൈഡ്സ് നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നൊരു ടൈം ഫ്രെയിം ആയിട്ടാണ് എനിക്ക് നെക്സ്റ്റ് മന്ത്, അതായത് എസ്പെഷ്യലി ജൂൺ മന്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു മന്തായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് ചേഞ്ചസും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ പറയാം തിരിച്ചറിവുകളുടെ ഒരു മന്തായിരിക്കും ഈ പറഞ്ഞ പോലെ ജൂൺ മന്ത്. പൈൽ വൺ സൂപ്പർ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്, എസ്പെഷ്യലി അത് വേണം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ജൂൺ മന്ത് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് പൈൽ വണ്ണിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയെന്നാണ്.
Pile 1 blessings. Pile 1 ബ്ലെസ്സിങ്സ് ആണ്. ബ്ലെസ്സിങ്സിനൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന്. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കെ. ഈ പറഞ്ഞ പോലെ റീഡിങ്സ് ഞാൻ മാക്സിമം പോസിറ്റീവായിട്ട് കൊണ്ടുവരുമ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല കേട്ടോ. കരിയർ വളരെ കോൺസെൻട്രേഷൻ ആണ്. ബ്ലെസ്സിങ്സ് ഇൻ യുവർ കരിയർ. ഓക്കെ, നിങ്ങൾ ഒരു ജോബ് അല്ലെങ്കിൽ പുതിയ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സൂപ്പർ ജോബ് ഓപ്പർച്യൂണിറ്റി, വെൽബീയിങ്, നിങ്ങളുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നിങ്ങളാണ് പ്രയോറിറ്റി എന്നുള്ള വലിയൊരു കാര്യം തിരിച്ചറിയുന്നു. അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും ജൂൺ മന്ത്. വളരെ നല്ല കാര്യം. അടുത്ത് വരുന്നത് ട്രാവൽ. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും ട്രാവൽ ഉണ്ട് നെക്സ്റ്റ് മന്ത്. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ട്രാവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തൊരു സംഭവമായിരിക്കും ജൂൺ മന്തിൻ്റെ ഒരു ട്രാവൽ. നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ഡ്രീം വളരെ വളരെ റിലവൻ്റ് ആണ്. നിങ്ങൾ കാണുന്ന ഡ്രീംസ് എന്താണെന്ന് പറ്റുവാണെങ്കിൽ ജേർണൽ ചെയ്യുക. 11 നമ്പർ ഞാൻ കണ്ടു, ജേർണൽ ചെയ്യുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും. പലതിൻ്റെയും കണക്ഷൻസ് എന്താ പറയുക, തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും. പല കണക്ഷൻസ് ഫൈൻഡിങ്, നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ടൈം ആയിരിക്കും നെക്സ്റ്റ് മന്ത്. ഓഫ് കോഴ്സ് കരിയറിലെ ഒരു ബ്ലെസ്സിങ്സ് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കി. നമുക്ക് എന്തായിരുന്നാലും ചാലഞ്ചസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ബ്ലെസ്സിങ്സ് ഉണ്ട്, ഉറപ്പാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ചാലഞ്ചസ്, നമുക്ക് മേജറായിട്ട് വരാൻ ചാൻസ് ഉള്ള മേജർ 2 ചാലഞ്ചസ് എന്താണെന്ന് சொல்லிட்டு നെക്സ്റ്റ് മന്ത് നമുക്ക് വരാം. ഓക്കെ, 3 ഓക്കെ, 3 മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചാലഞ്ചസ് ആണ്. ഞാൻ ഈ ചാലഞ്ചസിന് എഴുതുന്ന വലിയ ട്രാൻസ്ഫർമേഷൻ. നിങ്ങൾ എന്നെപ്പോലുള്ള ആളാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അടുത്ത മാസം ഒരുപാട് ചേഞ്ചസിന്റെ മന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ട്രാൻസ്ഫർമേഷന്റെ ഇതാണ്. അപ്പം ഉറപ്പായിട്ടും ട്രാൻസ്ഫർമേഷൻ, അതായത് ചേഞ്ച് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ നെക്സ്റ്റ് മന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഒരുപാട് ചേഞ്ചസ്. ഓക്കെ, അത് നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിരിക്കും. അത് മാത്രമല്ല, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റ് ആൻഡ് റെജുവിനേഷനേക്കാൾ കൂടുതലും നിങ്ങൾ ഫുൾ ഓൺ ബിസി എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അതൊരു കുറച്ച് ചാലഞ്ചിങ് ആണ് അല്ലേ. നമുക്ക് ഫുൾ ടൈം നമ്മൾ ഫുള്ളായിട്ട് പല കാര്യങ്ങളിലും. അത് മാത്രമല്ല, ചില തിരിച്ചറിവുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ചാലഞ്ചിങ് എന്ന് പറയാൻ കാര്യം ഞാൻ പറയല്ലേ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിക്കൂടാന്നൊക്കെ ഞാൻ പറയില്ലേ. ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവായിരിക്കും. ഓക്കെ, ഭയങ്കര ഒരു എൻലൈറ്റനിങ് മൊമെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ചേഞ്ചസ് വരുന്നതാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കട്ടെ, കാരണം ചാലഞ്ചിന്റെ കാര്യത്തിലാണ് ഇത് വന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സോൾ ലെസൺ എന്തായിരിക്കും? ഓക്കെ, നമ്മുടെ സോൾ ലെസൺസ് ഉണ്ടാവും. പൈൽ 1 സോൾ ലെസൺ എന്തായിരിക്കും സ്പിരിറ്റ്? താങ്ക് യു. Pile 1, നിങ്ങളുടെ soul lesson is guilt. I release any belief that no longer assists in my soul's growth. ഓക്കെ, അതായത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗിൽറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. അതാണ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണക്ഷൻസ് കാര്യങ്ങൾ ഫൈൻഡിങ്സ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല ഡ്രീംസും വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗിൽറ്റ് വെച്ചുകൊണ്ടിരുന്ന പ്രയോജനം ഇല്ല എന്നുള്ള വലിയ തിരിച്ചറിവ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ലോൺനെസ്. ഐ നോ ദാറ്റ് ഐ ആം നെവർ അലോൺ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാൻ അതെല്ലാം ഫേസ് ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. ഒരിക്കലും അല്ല, നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബ്ലസ് ചെയ്ത് കൂടെ നിൽപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നൊരു, അത് ഭയങ്കര വലിയ അവേക്കണിങ് ആണ് കേട്ടോ. സീരിയസ്ലി എനിക്ക് ആ എൻലൈറ്റ്മെന്റ് എനർജി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ കൂടെ തന്നെ ദൈവം ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. ഓക്കെ, എക്സ്ക്യൂസ് മീ.
നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നെക്സ്റ്റ് മന്തിലത്തേക്ക്. സ്പിരിറ്റിന്റെ ഗൈഡൻസ് എന്താണ്, ജൂൺ മന്തിലത്തേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കാരണം നമുക്ക് കുറച്ച് ചാലഞ്ചിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കുള്ള ഓവറോൾ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പിരിറ്റ് നമുക്കറിയേണ്ടത് എന്ത് ഗൈഡൻസ് ആണ് നമുക്കുള്ളത്. പൈൽ 1നുള്ള ഗൈഡൻസ്, ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയാ, ചില സിറ്റുവേഷൻസ് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അവിടെ നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ എനർജി കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെ മാറും. ഹാവ് ഫെയ്ത്ത് ഇൻ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ഡ്രീമിനെ കുറിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വർഗൈസ് പറയുന്നത് ആ ഒരു ഉറപ്പായിട്ടും യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. നെക്സ്റ്റ് മന്ത് ഒരുപാട് ചേഞ്ചസ് ആണ് കേട്ടോ, പോസിറ്റീവ് ചേഞ്ചസ് തന്നെയാണ്. കാരണം നമ്മുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് നെക്സ്റ്റ് മന്തിലുള്ള ഒരു വലിയ ഗൈഡൻസ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ, ബ്ലെസ്സിങ് ആയിട്ട് തന്നെ വരട്ടെ. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കാര്യം എന്താ പറയുക, ഒരുപാട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഒരു വിശ്വാസം, നമ്മുടെ ഡ്രീമിൽ നമുക്ക് ചില സമയത്ത് പല സിറ്റുവേഷൻസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീമിനോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ സ്പിരിറ്റ് ഇവിടെ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക നമ്മുടെ ഡ്രീമിൽ. കാരണം നമുക്കുള്ള സാധനം അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളൊന്നും നമ്മളെ വിട്ടിട്ട് പോവില്ല. ഓക്കെ, ഡിവൈൻ റൈറ്റ് ടൈമിൽ അതെല്ലാം നമ്മളിൽ തന്നെ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾ പലരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ റിസൾട്ട് എവിടെ, എൻ്റെ ബ്ലെസ്സിങ്സ് എവിടെ, എൻ്റെത് എവിടെ നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു മന്ത് ആയിരിക്കും. കാരണം എന്തൊക്കെയോ ചേഞ്ച് വരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പൈസ വരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ജോബ് സിറ്റുവേഷൻസ് വരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്താ പറയുക റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ചേഞ്ചസ് വരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ വീൽ, കാരണം നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ടേൺ ആവുന്നത്. അപ്പോൾ അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ടൈം ആയിരിക്കും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡ്രീമിനെ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് അത് ഡ്രീം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ വരുന്നതല്ല, അത് ഡിവൈൻ്റെ ഇൻ്റർവെൻഷനിലൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്, ഒരിക്കലല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഡിവൈനായിട്ട് തോന്നിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പം അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു എന്താ പറയുക, നമ്മുടെ ഡ്രീമിൽ വിശ്വസിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പല സിറ്റുവേഷൻസ് വരും, ഭയങ്കര നമുക്ക് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ വരുന്ന സിറ്റുവേഷൻ. അവിടെ നമ്മൾ ആ ഒരു ലവ് എനർജിയിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് എനർജിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ പല ആൾക്കാരുടെയും ഹാർഡ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കിട്ടും. അതിനുള്ളൊരു എന്താ പറയുക, ഹാർഡ് വർക്കിൻ്റെ പേ ഓഫ് എന്ന് പറയുന്ന ഒരു വലിയ ടൈം ആയിരിക്കും നെക്സ്റ്റ് മന്ത്, ജൂൺ മന്ത്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അകത്ത് നിന്ന് ജൂണിലത്തേക്ക് വേണ്ടുന്ന ഗൈഡൻസ് എന്താണെന്ന്. സ്പിരിറ്റ് എനിക്ക് ഇവരുടെ അനിമൽ സ്പിരിറ്റിൻ്റെ നിന്ന് കിട്ടുന്ന ജൂൺ മന്തിലെ ഗൈഡൻസ് ആണ് വേണ്ടുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ഇവനെ തന്നെ നമുക്ക് പിടിക്കാം. ഇൻഡ്യൂട്ടീവ് ലൂൺ ആണ്. വാവ്, സൂപ്പർ. ലിസൺ ടു ദ സോങ് ഇൻ യുവർ സോൾ. ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ ആസ് യു ഹാവ് എ വേ ഓഫ് നോയിങ്. Emerge from the busy life and seek more solitude. Recognize that you are unique and that you are loved. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ചാലഞ്ച് അതായിരിക്കും. റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പക്ഷേ ഇവിടെ റിലാക്സേഷൻ നിങ്ങളുടെ ചാലഞ്ചാണ്. അത് റിലാക്സ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ സെൽഫായിട്ട്, കാരണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. പൈൽ 1 ഒരു രക്ഷയില്ല, വളരെ സ്ട്രോങ് ഇൻഡ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ. അതനുസരിച്ച് തന്നെ ആക്ഷൻസ് എടുക്കുക. കാരണം എല്ലാ ഇൻഡ്യൂട്ടീവ് ഫീലിങ്സ്, ഒരാളെ കുറിച്ചായിരുന്നാലും ഒരു സിറ്റുവേഷനെ കുറിച്ചായിരുന്നാലും എല്ലാത്തിനും നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക് കറക്റ്റ് ഡിവൈൻ ടൈമിങ്ങിൽ തരുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. സൂപ്പർ. അത്ര എനിക്ക് പറയാനുള്ളൂ. പൈൽ 1 ജൂൺ മന്ത് നിങ്ങളുടെ സൂപ്പർ ആണ് എനിക്ക് കിട്ടുന്ന എനർജി. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടേത്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം. നിങ്ങളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഓറഞ്ച് കാൽസൈറ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചക്ര. ഈ പറഞ്ഞ പോലെ നമ്മുടെ സീക്രട്ട് ചക്രയാണ് എനിക്ക് കിട്ടുന്ന എനർജി. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിന്റ് ആവാനുള്ള എല്ലാ എനർജീസ് ഇവിടെ ഉണ്ട് എനിക്ക്.
നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിന്റ് ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂൺ മന്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഓവറോൾ എനർജിയുടെ കാർഡ് എന്താണ്. വാവ്, ജസ്റ്റിസ്, ഗുഡ് കർമ്മ, കർമ്മം, നല്ല കർമ്മത്തിന്റെ ഫലം. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് തന്നെ ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓവറോൾ എനർജിയിൽ കർമ്മ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. കർമ്മയുടെ നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ, നമ്മൾ ചില സമയത്ത് നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലോങ് വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നുണ്ടാവില്ല, ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കും ഈശ്വരൻ നല്ലത് ചെയ്താൽ ഒരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ അത് നമ്മുടെ കർമ്മഫലം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരിക്കലല്ല, നമ്മൾ നല്ലത് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലത് തന്നെ വന്നു ചേരും. നമ്മളെ ഒരിക്കലും ഡിവൈൻ കൈവിടിയില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് എന്താ പറയുക ക്ലാരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ്, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എനിക്ക് ഒരുപാട് ഓൺ പോയിന്റ് ഇൻറ്റ്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതും നിങ്ങൾ എന്തെങ്കിലും കോർട്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഞാനത്. എന്തെങ്കിലും കോർട്ട് കേസുകളുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു എനർജി. നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നവരും അങ്ങനെ ബാഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നവരായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ്, ഞാൻ ട്രസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഗുഡ് കർമാസ് ഒക്കെ വന്നു ചേരട്ടെ. ജൂൺ മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. എല്ലാ ബാലൻസ് ആൻഡ് ഹാർമണി നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന്. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് ഇവരുടെ ഓരോരുത്തരുടെയും ജൂൺ മന്തിലെ റിലേഷൻഷിപ്പ് അറിയണം. അതുപോലെ തന്നെ ഫൈനാൻസ്, കരിയർ, പിന്നെ സ്പിരിച്വാലിറ്റി. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം. ടെമ്പറൻസിന്റെ കാർഡ് വരുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളൂ. 2222 അതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും മാജിക്, മിറക്കിൾസ് ഒക്കെ ഉണ്ടാകുന്നൊരു സമയമായിരിക്കും ഈ പറഞ്ഞ പോലെ ജൂൺ മന്ത്. ഒരുപാട് ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ്, അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ മ്യൂച്വൽ അട്രാക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം കൂടുന്നു. അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീലാകുന്നു. ഹീലിങ്ങിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. അതിപ്പം ഈ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ഏത് തരം റിലേഷൻഷിപ്പിലായിരുന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീലാകുന്നു. അത് മാത്രമല്ല എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. ഓക്കെ, പല കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ. സോ റിലേഷൻഷിപ്പിന്റെ കേസിൽ എനിക്ക് വളരെ പോസിറ്റീവാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും നോ കോൺടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര കണക്റ്റഡ് ആയില്ലെങ്കിൽ ജൂൺ മന്തിൽ റിലവൻ്റ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു. അതുപോലെ റിലേഷൻഷിപ്പിൽ മിറക്കിൾ നമ്മൾ തന്നെ പറയും ഈശ്വര ഒരു മിറക്കിൾ പോലെ ആണല്ലോ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു. ഫൈനാൻസ് പരമായിട്ട് കുറച്ച് ഭയങ്കര സൂപ്പർ എനർജി അല്ല എനിക്ക് കിട്ടുന്നത്. കുറച്ചധികം ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ലയബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഫൈനാൻസ് പരമായിട്ട്. കാരണം 5 of Pentacles ആണ്. നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങളാരും അങ്ങനെ വിശ്വസിച്ച് പൈസ കടം കൊടുക്കുക അങ്ങനത്തെ പരിപാടികൾ വേണ്ട. ചിലപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് എനിക്ക് വളരെ കുറച്ചാണ് കാണുന്നത്. ഓക്കെ, ചാടിക്കേറി ഡിസിഷൻ എടുത്ത് പൈസ കൊടുത്ത് പണി വാങ്ങിച്ച് പിടിക്കരുത്. കാരണം അവിടെ ചിലപ്പം നമുക്ക് കൊടുക്കുന്ന പൈസ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഫൈനാൻസ് പരമായിട്ട് അത്ര സൂപ്പർ മന്തായിട്ട് എനിക്ക് നിങ്ങളുടെ പയൽ 2ൻ്റെ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ചാടിക്കേറി ഉള്ള എല്ലാം കൂടെ കിട്ടുന്ന പൈസ കിട്ടുമ്പോൾ ജൂൺ മന്തിൽ മെയ്യുടെ സാലറി കിട്ടുമ്പോൾ ചാടിക്കേറി എല്ലാം കൂടെ തീർത്ത് വെക്കരുത്. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ചധികം നോക്കി കണ്ട് മാത്രം ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾക്ക് ബോട്ടമിൽ 5 of Swords എനർജി ഉണ്ട്.
ഫൈവ് ഓഫ് സോർട്സിന്റെ എനർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നതും കുറച്ച് അലേർട്ടായിട്ട് പറഞ്ഞതും. അതുപോലെ ബിസിനസ് കോൺട്രാക്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നു, പുതിയ ആൾക്കാരാണെങ്കിലും എല്ലാം ചെയ്തു തരാം, ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട്, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിന്റ് ആണ്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് ആക്ട് ചെയ്യുക. നിങ്ങളല്ലാണ്ട് ഇൻറ്റ്യൂഷനെ മറികടന്നിട്ട് മനസ്സ് പറയുന്നു ഇല്ല ഇല്ല എന്തോന്ന് ഇതുവരെ ഒരു തെറ്റായിട്ടുള്ള കാര്യം ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് കാണിച്ചിട്ടില്ല, ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് നെഗറ്റീവായിട്ട് കാണിച്ചിട്ടില്ല, എല്ലാ രീതിയിലും പോസിറ്റീവായിട്ട് നിന്ന ആളിനെ എന്ത് നമ്മൾ സംശയിക്കുന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈൻ കിട്ടുകയോ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ വിട്ട് കളയരുത്. കാരണം എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു ടൈമാണ് നിങ്ങളുടെ ജൂൺ മന്തിൽ ഫൈനാൻസ് പരമായിട്ട്, അതുപോലെ നിങ്ങളുടെ ബിസിനസ്സും അതുപോലെ തന്നെ വളരെ റെലവൻ്റ് ആണ്. ഓക്കെ, എന്തോ ബിസിനസ്സിന്റെ കരിയർ അല്ല നമ്മൾ നോക്കിയ ഫൈനാൻസ്, പക്ഷേ എന്നാലും പാർട്ട്നേഴ്സ് ആരെങ്കിലും വരുന്നെങ്കിൽ ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പരമായിട്ടാണെങ്കിൽ നിങ്ങൾ ലോങ് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നൊരു ടൈമായിരിക്കും. കാരണം ലോങ് വെയിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കരിയറിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നു. പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ചേഞ്ചസും, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നു, അതിന് നിങ്ങൾ കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നു. അതുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ്, ഈ കരിയറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് മന്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്ത് ജോയിൻ ചെയ്ത് അതിന് വേണ്ട കരിയറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ജൂൺ മന്തിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ചാരിയറ്റ്. ഓക്കെ, വാവ്, ചാരിറ്റിന്റെ കാർഡ് വരുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ നമ്മുടെ ഷാഡോ സെൽഫിനെ തിരിച്ചറിയുന്നു. ഓക്കെ, ലൈറ്റ് സെൽഫ്, ഷാഡോ സെൽഫ് ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഈ ഷാഡോസ് ഉണ്ട്. നമ്മുടെ നെഗറ്റീവ് സാധനം എന്താണെന്ന് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മന്ത് തന്നെ ആയിരിക്കും ജൂൺ മന്ത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പറ്റാത്ത നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ്. പക്ഷെ നിങ്ങൾ അടുത്ത മാസം അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ റെലവൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കത് തിരിച്ചറിയാൻ പറ്റുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ചെറിയ കളിയല്ല. അപ്പം സ്പിരിച്വാലിറ്റിയിൽ വളരെ ഒരുപാട് ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബാലൻസ് ആൻഡ് ഹാർമണി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റീസ് ഒക്കെ ഒരുപാട് കൂടി വരുന്നൊരു ടൈമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. വെച്ചാൽ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ആ സൈക്കിക് എബിലിറ്റി, കാരണം നിങ്ങൾ കൂടുതലായിട്ടും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻസ് വെക്കണം, ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കൂടുതലും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം. അപ്പം അതനുസരിച്ച് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ എന്താ പറയുക സ്പിരിച്വാലിറ്റിയിൽ ഞാൻ കാണുന്നു. ഓവറോൾ എനർജിയിൽ ഗുഡ് കർമ്മ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചതിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ചതിക്കാൻ വന്നാൽ പോലും അങ്ങനെ ആർക്ക് പെട്ടെന്ന് അങ്ങ് ചതിച്ചിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരല്ല നിങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള ചതി പ്രശ്നങ്ങളൊക്കെ അതിന് മുന്നേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ കുഴി വീഴുന്നതിന് മുന്നേ നമ്മളെ പൊക്കിയെടുക്കും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയും കൂടെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ട്രസ്റ്റ് ചെയ്യുക, കാരണം ഇതെല്ലാം ഡിവൈൻ ഗൈഡൻസ് ആണ്. ഡിവൈൻ ആയിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക. നമുക്ക് അടുത്ത മാസം ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ കൂട്ടി അറിയുമ്പോൾ നമുക്ക് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം, അല്ലേ? അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ജൂൺ മന്തിലെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് പൈൽ 2ന്റെ ജൂൺ മന്ത് ബ്ലെസ്സിങ്സ് എന്തൊക്കെയെന്നാണ്. പൈൽ 2 ജൂൺ മന്ത് ബ്ലെസ്സിങ്സ്. വാവ്, തിരിഞ്ഞു പോയി. പൈൽ 2ന്റെ ജൂൺ മന്ത് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? One more time. June month blessings answer. June month blessings. Thank you, sir. Thank you very much. നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂൺ മന്തിലെ മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ് ആണ് ഗൈസ്, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം ഫർദർ എന്തൊക്കെ ചേഞ്ചസ്. മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ നെക്സ്റ്റ് മന്ത് വരുവേ. എക്സ്പെക്ട് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴേ കാണിക്കുക. താങ്ക് യു സോ മച്ച് സ്പിരിറ്റ് ഗൈഡ്സ് ഫോർ എന്താ പറയുക ബ്രിങ്ങിങ് മൈ മാനിഫെസ്റ്റേഷൻ ഇൻ ടു റിയാലിറ്റി. ഓക്കെ, അപ്പം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പലതും വരുന്നു. ചില ആൾക്കാർ അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ.
ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഒന്ന് ചെയ്ത് നോക്കാം, വരുന്നുണ്ടോ എന്ന്, വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ചിലർ 12-12 വെച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്ത് നോക്കും. 12-12 എന്തോ എനിക്ക് അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നു. നെക്സ്റ്റ് ഇസ് ഡ്രീംസ്. അത് പൈൽ 1 ഉം 2 ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എങ്കിൽ പൈൽ 1 കൂടെ പറ്റുകയാണെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ കാണേ. കാരണം പൈൽ 1നും അവരുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെ ഡ്രീംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഡ്രീംസ് നെക്സ്റ്റ് മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പല കാര്യങ്ങളെക്കുറിച്ചും ചിലപ്പം ഈ ഒരു അലേർട്ടിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഡ്രീംസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത് ഒന്ന് നോക്കുക, വളരെ പറ്റുവാണെങ്കിൽ ജേർണലൈസ് ചെയ്യുക, നോക്കുക, അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ട്രൂത്ത്, പല തിരിച്ചറിവുകളും, സത്യം ഒരിക്കലും കുഴിച്ചുമൂടാൻ പറ്റില്ല എന്ന് പറയുന്ന കണക്ക് പല സത്യത്തിന്റെ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നൊരു മന്തായിരിക്കും. അത് വളരെ റെലവൻ്റ് ആണ്. കാരണം നമുക്കതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. പലരുടെയും ചില ആൾക്കാരെ കുറിച്ചുള്ള സത്യം തിരിച്ചറിയാം. അങ്ങനെയുള്ള ഒരു ട്രുത്തിന്റെ എനർജി വളരെ കൂടുതലാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം മേ ബി നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾ തിരിച്ചറിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കുള്ള ഒരു സൈക്കിക് എബിലിറ്റി ഇതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നൊരു മന്തും കൂടി ആയിരിക്കും ജൂൺ മന്ത്. നമുക്ക് നോക്കാം ഗ്രീവിങ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഗ്രീവിങ് എനർജിയിലായിരുന്നു, വിഷമിക്കുന്ന ഒരു എനർജിയിലാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഗ്രീവ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, അത് നമ്മുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, ആ ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡ് കഴിഞ്ഞു, ഇനി ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, എൻ്റെ റിയാലിറ്റിയെ ട്രസ്റ്റ് ചെയ്യുന്നു, എൻ്റെ ബ്ലെസ്സിങ്സിനെ വരവേൽക്കുന്നു, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. വാവ്, ഗ്രേറ്റ്. അത് സൂപ്പർ ബ്ലെസ്സിങ് ആണ്. കാരണം വെച്ചാൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ 2 തവണ കൺഫർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം, ചിലർക്കത് റിലേഷൻഷിപ്പിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻസ്, കരിയറിൽ ട്രാൻസ്ഫോർമേഷൻ, പല ചേഞ്ചസ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ട്രാൻസ്ഫോം ആവുന്നുള്ളതായിട്ട് ഞാനത് കാണുന്നു. ഉറപ്പായിട്ടും എല്ലാ ചേഞ്ചസും വരട്ടെ. നിങ്ങളുടെ റിയാലിറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വരട്ടെ. കാരണം ബ്ലെസ്സിങ്സ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. അതിൽ എല്ലാത്തിനും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ്സ് കിട്ടുന്ന മന്തായിരിക്കും. കാരണം എനിക്ക് ഇതിനകത്തെല്ലാം പർപ്പിൾ കളർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പർപ്പിൾ കളർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൗൺ ചക്രയാണ്. ക്രൗൺ ചക്ര ആകുമ്പോൾ നമ്മുടെ ഡൗൺലോഡ്സ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ഡൗൺലോഡ്സും നെക്സ്റ്റ് മന്ത് കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കുറച്ചധികം സ്ട്രോങ് മന്തായിട്ടാണ് എനിക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മൾ ബ്ലെസ്സിങ്സ് ഒക്കെ കണ്ടു, ഓവറോൾ എനർജി കണ്ടു. നമുക്ക് ചാലഞ്ചസ് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കൂടെ നോക്കാം. നെക്സ്റ്റ് മന്ത് നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് സ്പിരിറ്റ് നെക്സ്റ്റ് മന്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പൈൽ 2ന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? പൈൽ 2 ചാലഞ്ചസ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. സ്പിരിറ്റ്, താങ്ക് യു. ചാലഞ്ചസ്, ഫോക്കസ്. അതെ, ഫോക്കസ് നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ കുറച്ച് ഭട്ടക്ന എന്ന് പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫോക്കസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യുക, അതിലൂടെ നിങ്ങളുടെ ഫോക്കസ് നമുക്ക് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അടുത്ത ചാലഞ്ച് ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾക്കൊരു ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മന്ത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി വന്നാലും നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്ക് എന്താ എഗെയിൻ നമുക്ക് പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മന്ത് സ്പിരിച്വലി 333 നമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. സ്പിരിച്വലി ഭയങ്കര വലിയൊരു മന്തായിരിക്കും നിങ്ങൾക്ക്. കാരണം വെച്ചാൽ അത്രയും തന്നെ ചേഞ്ചസും ഒക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ അതിനകത്ത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ചിലപ്പം വരുമ്പോഴത്തേനും ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല നെക്സ്റ്റ് മന്ത്. അതുപോലെ തന്നെ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമുക്ക് ഗോ വിത്ത് ദ ഫ്ലോ എന്ത് പണ്ടാരം, എനിക്ക് അതൊന്നും ആലോചിക്കാൻ പോലും വയസ്സപ്പെട്ടെ 333 അഗെയിൻ. അപ്പം അതിന് പകരം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വാശി പിടിച്ച് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കും. അതൊരിക്കലും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അടുത്ത മന്ത് നമുക്ക് ഭയങ്കര ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം അത് നിങ്ങളുടെ ഒരു ചാലഞ്ച് ആയിരിക്കും. കാരണം ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് ചിലത് ഒന്നും നടക്കുന്നില്ല, ഒന്നും കാണുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ആയിരിക്കില്ല, കുറച്ച് നെഗറ്റീവായി മാറും. ഇപ്പം അതിനുള്ള ചാൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ. ഓക്കെ, ചാലഞ്ചായിട്ട് ഫോക്കസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻസ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് മന്തിലെ സോൾ ലെസൺ എന്താണ്. ജൂൺ മന്തിലെ സോൾ ലെസൺ എന്താണെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് പൈൽ 2ന്റെ സോൾ ലെസൺ ഫോർ ജൂൺ മന്താണ്. പൈൽ 2ന്റെ സോൾ ലെസൺ ജൂൺ മന്തിലെ
ഓക്കെ, നമുക്ക് നോക്കാം. പേഷ്യൻസ്. പേഷ്യൻസ്. ഐ അക്സെപ്റ്റ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഡിവൈൻ ഓർഡർ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആയി ഒന്ന് ചേർന്ന് പറഞ്ഞു. അത് തന്നെയാണ് കീപ് പേഷ്യൻസ്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. നമ്മുടെ ലൈഫിൽ പലതും നടക്കാതിരിക്കുക, ഡിവൈൻ റൈറ്റ് ടൈം, അത് ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് നല്ല കലി വരും. അതിലൊന്നും എനിക്ക് ഡൗട്ടേ ഇല്ല. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഈ ഡിവൈൻ റൈറ്റ് ടൈം, ഡിവൈൻ ഓർഡർ, ഡിവൈൻ ടൈമിങ്, ഇതൊക്കെ കേട്ട് കേട്ട് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എൻ്റെത് എവിടെ, ബാക്കിയുള്ളവൻ്റെ ലൈഫിൽ എല്ലാം നടക്കുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ അവൻ്റെ ലൈഫിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു. എൻ്റെ സാധനങ്ങൾ എവിടെ, എൻ്റെ ബ്ലെസ്സിങ്സ് എവിടെ, ഞാനിവിടെ കാത്തിരുന്ന് മടുത്ത്, ഞാൻ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം എവിടെ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ആ ഒരു പേഷ്യൻസ്, കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ കാലമായിട്ട് പേഷ്യൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ആ പേഷ്യൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക്, എനിക്ക് ഇതിനകത്തൊന്ന് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും. അഡ്വേഴ്സ്ലി ഐ അക്സെപ്റ്റ് ദാറ്റ് ചാലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേൺ. അത് വലിയൊരു തിരിച്ചറിവാണ്. ചാലഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിയായിരിക്കും എന്നുള്ളത്. ആൻഡ് ഫൈനലി ഗ്രോത്ത്. ഐ വോണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവയർനെസ്. ഞാൻ പറഞ്ഞു, സ്പിരിച്വലി നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു മന്താണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നൊരു മന്തായിരിക്കും. പേഷ്യൻസിൻ്റെ കാർഡുണ്ട്. നമ്മൾ പറയില്ല, ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേഷ്യൻസ് ഒക്കെ പൊട്ടിപ്പോവും. ഞാൻ ചിരിച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന്. കാരണം പലതും നമ്മൾ കാത്തിരിക്കുന്നു, നല്ല കാര്യം വരുന്നു, ഇപ്പം വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നുള്ള ലേലം വിളിക്കുന്നതല്ലാണ്ട് ഒന്നും റിയാലിറ്റിയിൽ കാണുന്നില്ലല്ലോ. ഇതൊക്കെ എവിടെ പോയി കിടക്കുന്നു നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും. എസ്പെഷ്യലി നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് കുറച്ചധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാര്യം എസ്പെഷ്യലി നിങ്ങൾ ഒരു ടാരോ റീഡിങ്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷണങ്ങൾ കുറച്ചധികം കൂടാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കിൾ സ്പിരിറ്റ്, നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആണ്, ജൂൺ മന്തിലെ ഗൈഡൻസ് ആണ്. ഓക്കെ, ജൂൺ മന്തിലെ ഫർദർ നമ്മൾ ഓരോ കാർഡ്സിന് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. യെസ്, കാരണം ഇൻറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, സേക്രഡ് ചക്രാസ് ഇമോഷൻസിനെ കാണിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഒരുപാട് ഇമോഷണൽ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടൈമായിരിക്കും അടുത്ത മാസം. ഒരുപാട് ഇമോഷണലി നിങ്ങൾ കുറച്ചധികം എന്താ പറയുക, പ്രശ്നമുള്ളതും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമോഷൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ടൈം ആകാനാണ് എനിക്കിതിനകത്ത് കിട്ടുന്ന എനർജി. സോ ഞാൻ പറഞ്ഞത് മെഡിറ്റേഷൻ തന്നെയാണ് ഇതിനുള്ള സൊല്യൂഷൻ. അതുപോലെ തന്നെ യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, ഞാൻ ഇനഫ് ആണോ, അതോ എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, യു ആർ ഇനഫ്. ടൈം ഫോർ ഹീലിംഗ്. പല ആൾക്കാർക്കും ഒരുപാട് ഹീലിംഗ് എനർജി വരുന്ന, അല്ലെങ്കിൽ ഹീലിംഗ് എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. അതിനകത്ത് പർപ്പിൾ കളർ നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾക്ക് സ്പിരിച്വലി ഭയങ്കര ഒരു ഹ്യൂജ് മന്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫൈൽ ടൂസ് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് വരുമ്പോൾ എനിക്കും അത് ഭയങ്കര ഒരു ലേണിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ ഫൈനലി നിങ്ങളുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണ്? ഫൈൽ 2ൻ്റെ അനിമൽ സ്പിരിറ്റ് ഗൈഡ് തരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്. ഓക്കെ, അവനാണ് വരാൻ ആഗ്രഹിച്ചത്. ശരി, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പീകോക്ക്, വൈബ്രൻസി. You were born to shine and inspire. Practice humility to avoid jealousy. Be grateful for life and more good things will come. Be true to yourself and recognize your brilliance. ഗുഡ് ഇനഫ് ആണ് എന്നുള്ളത് തന്നെയാണ്, നിങ്ങൾ ഇനഫ് ആണ് എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും ഐ ആം ഇനഫ് എന്നുള്ളത് എഴുതിയിട്ടേ പോവേ. ഉറപ്പായിട്ടും ഫയൽ 2 ചൂസ് ചെയ്ത ഓരോരുത്തരടുത്തും എനിക്ക് പറയാനുള്ളത് ഐ ആം ഇനഫ്. ഓക്കെ, ഐ ആം ഇനഫ്. അത് നിങ്ങൾ വിശ്വസിക്കുക. കാരണം സൂപ്പർ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ വൈബ്രൻസിയുടെ കാർഡ്, പീകോക്കിന്റെ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത്രയും ഇൻസ്പയർ ചെയ്യാനും അത്രത്തോളം ഷൈൻ ചെയ്യാനും ഒക്കെ വന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ,
നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, പൊട്ടിപ്പോകുന്ന എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. നമുക്ക് പലരുടെയും ലൈഫിലെ സക്സസും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയ രീതിയിലൊക്കെ എന്താ പറയുക ജലസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അല്ല, നമുക്കുള്ള കാര്യങ്ങൾ, നമുക്ക് വരേണ്ട കാര്യങ്ങൾ ഡിവൈൻ റൈറ്റ് ടൈമിൽ വരും എന്നുള്ള ട്രസ്റ്റാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ ജേർണി തന്നെയാണ് നിങ്ങളത്. അത് ട്രസ്റ്റ് ചെയ്യുക. ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള എനർജിയുള്ള ഒരു റീഡിങ് തന്നെയാണ് പൈൽ 2. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തതിൽ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 3, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ തോട്ട് ചക്ര, നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഈ ന്യൂ മൂണിന് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാനും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താ വരുന്നത് എന്നുള്ളത്. നിങ്ങളുടെ തോട്ട് ചക്ര ഫോക്കസ് ആയിരിക്കും നെക്സ്റ്റ് മന്ത്. ഓൾറൈറ്റ്, ഓവറോൾ എനർജി 4 of Cups. എന്താണ് പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കാതെ പുതിയതായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഹീലിംഗ് എനർജി കിട്ടുന്നു, ന്യൂ റിലേഷൻഷിപ്പ് കിട്ടുന്നു, ന്യൂ ലവ് കിട്ടുന്നു, ന്യൂ എന്താ പറയുക ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ന്യൂ ഫിനാൻസ് പരമായിട്ടുള്ള നല്ലൊരു മാർഗം, എന്താ പറയുക പൈസ കിട്ടാനുള്ള മാർഗം വരുന്നു. എല്ലാ രീതിയിലും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഡിവൈൻ തരാൻ റെഡിയാണ്. ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ പണ്ട് നടന്നത് നല്ലതായിരുന്നു, പണ്ടത്തെ കാര്യങ്ങൾ കൊള്ളായിരുന്നു, പണ്ട് അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലതായിരുന്നു, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു, ആ ഒരു എന്താ പറയുക ജോബ് സിറ്റുവേഷൻ നല്ലതായിരുന്നു. പണ്ടത്തിനെ കുറിച്ച് ആലോചിക്കല്ലേ, പുതിയത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ പറയില്ലേ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നെക്സ്റ്റ് മന്ത് നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജിയിലേക്ക് ഒരുപാട് പോകരുത്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടൈം ആയിരിക്കും നെക്സ്റ്റ് മന്ത്. ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസും പോസിറ്റീവ് ബ്ലെസ്സിങ്സും നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. അപ്പം ആ ഒരു ഇമോഷണൽ ഇരിക്കരുത്. എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതന്നെ ഹീൽ ചെയ്ത് എല്ലാ പോസിറ്റീവായിട്ടുള്ള ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കുക. പൈൽ 3 നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങളുടെ ഓരോ ഏരിയാസ് നമുക്ക് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫൈനാൻസ്, നിങ്ങളുടെ കരിയർ, സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ്, നിങ്ങളുടെ എന്താ പറയുക റിലേഷൻഷിപ്പ് കുഴപ്പമില്ല, ഇത് നല്ല എനർജിയാണ്. 7 of Wands റിലേഷൻഷിപ്പിൻ്റെ കേസിൽ. കാരണം 7 of Wandsൻ്റെ എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പലപ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. കാരണം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നോ. അയ്യോ പറ്റില്ല, അയ്യോ ഞാനിപ്പോൾ അതിന് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. ഈ നോ പറയാ ഇറ്റ്സ് ലൈക്ക് ബിറ്റ് ഡിഫിക്കൾട്ട്. അപ്പം അത് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. അപ്പം ഒരു റിലേഷൻഷിപ്പിൽ നമുക്കറിയാം അവിടെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, നോ പറയണം എന്ന് തോന്നിയാൽ നമ്മൾ ആ സ്പോട്ടിൽ നോ പറയാൻ പഠിക്കണം. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് നോ പറയാനായിട്ട്. കാരണം റിലേഷൻഷിപ്പിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക. കാരണം എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു കാർഡിലാണ്. ബൗണ്ടറി കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്. നോ പറയുന്നത് മാത്രമല്ല, ഓരോ റിലേഷൻഷിപ്പിനും അതിൻ്റെതായ ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, അതൊരു എന്താ പറയുക കൊളീഗ് ആണെങ്കിലും, അതുപോലെ എന്താ പറയുക നമ്മുടെ തന്നെ റിലേറ്റീവ്സ്. ഓക്കെ, പല റിലേറ്റീവ്സ് ഉണ്ട്. അവരെ എല്ലാവർക്കും നമ്മൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ കയറി മേഞ്ഞിട്ടങ്ങ് പോകും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയണ്ട. ഇപ്പം നമ്മുടെ ഒരു നല്ലൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും അവർ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. നമ്മൾ എല്ലാ അഭിപ്രായത്തിനെയും കൂടെ ഇങ്ങോട്ട് ചെവിക്കൊള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പിന്നെ ഫൈനലി എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം ആ ഒരു എന്താ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് മന്ത്. സൂപ്പർബ് എനർജി, സൂപ്പർബ്. ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് വേൾഡ് കാർഡാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫൈനാൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്താ പറയുക കറക്റ്റായിട്ട് പൈസ വരുന്നത് കൈ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കൈ നിൽക്കാത്ത അവസ്ഥയും, അതുപോലെ ഫൈനാൻസ് പരമായിട്ട് എപ്പോഴും ഞെരുക്കത്തിലായിരുന്നെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ടഫ് സിറ്റുവേഷൻ ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെല്ലാം എൻഡ് ചെയ്തിട്ട് പുതിയ ബിഗിനിങ് നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണ്. കാരണം കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് വേൾഡ് കാർഡ്.
അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നടക്കട്ടെ. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം. നമ്മൾ ഫൈനാൻസ് പരമായിട്ട് ബുദ്ധിമുട്ടിയ ഭയങ്കര ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പം അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻസ് പരമായിട്ട് പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരികയാണ്. ഓക്കെ, കരിയറിൽ സ്റ്റെബിലിറ്റി വരുന്നു. എങ്ങനെയാ സ്റ്റെബിലിറ്റി കൊണ്ടുവരട്ടെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് വരുന്ന ആക്ഷൻസ് എടുക്കുന്നു. പലതും മനസ്സിലാക്കി എന്താ പറയുക, നിങ്ങളുടെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളായിട്ടൊന്നും നടക്കുന്നില്ല, പച്ച പിടിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾ പച്ച പിടിക്കുന്ന പല കാര്യങ്ങൾ കാണും. പല ബിസിനസ് കോൺട്രാക്ട്സ്, പുതിയ പുതിയ കോൺട്രാക്ട്സ് വരും. പല പുതിയ പുതിയ ക്ലയൻസ് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ഒരുപാട് പുതിയ ക്ലയൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് വന്ന് ജോയിൻ ചെയ്യും. ഒരുപാട് പോസിറ്റീവാണ് കേട്ടോ. നിങ്ങളുടെ ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പരമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ എനർജി. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ക്ലിയർ സെന്റിയന്റ് ആണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് വരെ. എത്ര പേർക്കാണ് ഇത് റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ ഉറപ്പായിട്ട് ക്ലിയർ സെന്റിയൻസ് ആണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഗൂസ് ബംസ് വരും. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേനൊക്കെ ഗൂസ് ബംസ് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്ലിയർ സെന്റിയൻസ് ആണെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ്. പക്ഷെ നിങ്ങൾ അടുത്ത മാസം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ക്ലിയർ സെന്റിയൻറ്റ്, നമ്മൾ പറയില്ലേ സൈക്കിക് എബിലിറ്റി ആയ ക്ലിയർ സെന്റിയൻ്റെ എനർജി നിങ്ങൾ തിരിച്ചറിയുന്ന മന്തായിരിക്കും നെക്സ്റ്റ് മന്ത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻസ്, പല തിരിച്ചറിവുകൾ, സത്യം തിരിച്ചറിയുക, ട്രൂത്ത് മനസ്സിലാക്കുക. ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന മന്തായിരിക്കും. കാരണം ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റി, പല കാര്യത്തിനെ കുറിച്ചും ക്ലിയർ ആവുന്നു. എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നു. ഒരാളടുത്ത് എന്ത് പറയണം എന്നുള്ള ക്ലിയർ കട്ട്. ത്രോട്ട് ചക്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ. ത്രോട്ട് ചക്ര വളരെ വളരെ നിങ്ങൾ പറയില്ലേ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക എന്ന് പറയില്ലേ, അതിലാണ് നിങ്ങളെ നെക്സ്റ്റ് മന്ത്. ഗ്രേറ്റ്, സൂപ്പർ എനർജി. സീരിയസ്ലി ഞാൻ എന്നാൽ പൈൽ 3 സെലക്ട് ചെയ്തില്ലല്ലോ സ്പിരിറ്റ്. സീരിയസ്ലി എനിക്ക് ഇതിന്റെ എനർജി കണ്ടിട്ട് മോശമായിപ്പോയി. ഞാൻ ഏതെങ്കിലും ഒരു പൈലെങ്കിലും ചൂസ് ചെയ്യാനുള്ളായിരുന്നു. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പറ്റിയാലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾക്കൊരു സൊല്യൂഷനാണത്. നിങ്ങൾ പലരും അത് ചെയ്യുന്നു നെക്സ്റ്റ് മന്ത്. താങ്ക് യു സ്പിരിറ്റ് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ എനർജീസ് റീഡ് ചെയ്യാൻ പറ്റുന്നതും എനിക്കൊരു ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ചറിയുന്നു, പറയേണ്ട കാര്യങ്ങൾ പറയാൻ പഠിക്കുന്നു. ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കുന്നു, നോ പറയേണ്ടടുത്ത് നോ പറയുന്നു, ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ ക്ലിയർ കട്ട്, നമ്മൾ പറയില്ല മനസ്സിൽ വേറെ ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും, എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വാൻസ് ആയിട്ട് സ്പിരിറ്റ് എന്നൊരു ഗൈഡൻസ് ആണ്. കാരണം പാസ്റ്റ് നടന്ന കാര്യങ്ങളും പാസ്റ്റ് എങ്ങനെയായിരുന്നു, പാസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട മന്ത് അല്ല ജൂൺ മന്ത്. കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോട്ടെ, വിട്ടുകള. ഇത് പുതിയ കാര്യങ്ങൾ, പുതിയ എനർജീസ്, പുതിയ ന്യൂ എനർജീസ്, നമ്മളെ തന്നെ നമ്മൾ പറയുന്നത് നിങ്ങളെ തന്നെ പുതിയതായിട്ട് തിരിച്ചറിയുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മന്താണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഒരുപാട് സന്തോഷം. എനിക്ക് ഇങ്ങനത്തെ എനർജീസ് റീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ പൈൽ ഇത്രയും വേറെ ലെവൽ എനർജിയിലേക്ക് കൊണ്ടുപോകുന്നു. സൂപ്പർ പൈൽ 3, സൂപ്പർ. നമുക്ക് നോക്കാം നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത്. പൈൽ 3ന്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നാണ്. പൈൽ 3 ബ്ലെസ്സിങ്സ് ആണ് സ്പിരിറ്റ്. Pile 3 in the blessings. Okay. Pile 3 blessings. Thank you, Spirit. Thank you very much. Okay. നമുക്ക് നോക്കാം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. ഹാപ്പിനെസ് ഉറപ്പായിട്ടും വരട്ടെ. സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പിനെസ് ആണ് ഫസ്റ്റ് ബ്ലെസ്സിങ്സ്. വേറെ എന്ത് വേണം ജൂൺ മന്തിലത്തേക്ക് കിട്ടാവുന്ന ഏറ്റവും സൂപ്പർ കാർഡ്. സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത്, അത് നിങ്ങൾ തിരിച്ചറിയാണ്. കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്ട്രോങ് ആണെന്നുള്ളത് കാണിക്കുന്ന ഒരു മന്തായിരിക്കും കേട്ടോ. അത് ഭയങ്കര സംഭവമാണ്. എന്നുവെച്ചാൽ നമ്മൾ എനഫ്, ഐ ആം സ്ട്രോങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ്. സൂപ്പർ. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. വിഷമിച്ചിരിക്കേണ്ട ആളല്ല. ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് വരുന്നു. 2 3 ആയിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ.
അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ 2 റീഡിങ്സ് ആയിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആ റീഡിംഗ് കൂടെ കാണാൻ സജസ്റ്റ് ചെയ്യാം, സമയം കിട്ടുവാണെങ്കിൽ. കാരണം വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഗ്രീവിങ്ങിന്റെ കാർഡ് പൈൽ 2-നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഒന്നുകിൽ നിങ്ങൾ 2 കഴിഞ്ഞിട്ട് 3 വന്ന് ചുമ്മാ ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും. ആ ഒരു ഗ്രീവിങ് എന്തെങ്കിലും വിഷമമുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓവർകം ചെയ്യുന്ന ഒരു മന്ത് തന്നെയാണ് ജൂൺ മന്ത്. എല്ലാം ഓവർകം ചെയ്ത് ഞാൻ ഇന്നഫാണ്, എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ടഫ് പീരീഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിലൂടെ എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഓവർകം ചെയ്ത് വരും. ഐ ആം ഇനഫ്. ഗ്രേറ്റ്. ഡ്രീംസ്. എൻ്റെ ദൈവമേ, 3 പൈൽസിനും ഡ്രീമിന്റെ കാർഡ് വന്നിട്ടുണ്ടേ. അടിപൊളി. നിങ്ങൾക്കും ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ഡ്രീം ജേർണലിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഉറപ്പായിട്ടും ചെയ്യുക, ജേർണൽ ചെയ്യുക. ഓക്കെ, ബ്ലെസ്സിങ്സ്. പൈൽ 3 സീരിയസ്ലി നിങ്ങൾ റോക്ക് ചെയ്യണം കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് അടുത്ത മാസത്തിന്റെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സിന്റെ കാർഡ് തന്നെ വരുന്നു, ഹാപ്പിനെസ് വരുന്നു, സ്ട്രെങ്ത്. എന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല. പൈൽ 3 നിങ്ങൾ ആരൊക്കെയാണ് ഇതൊക്കെ, ഒരു രക്ഷയില്ല കേട്ടോ, സീരിയസ്ലി. ഒറ്റ കാര്യം ചെയ്യണേ, നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ അഫർമേഷനായിട്ട് ഐ ആം ബ്ലെസ്ഡ് എന്ന് എഴുതണേ. ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ബ്ലെസ്ഡ്. സീരിയസ്ലി നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എല്ലാം ഇങ്ങനെ പോരട്ടെ. അടിപൊളി. നെക്സ്റ്റ് മന്ത് സൂപ്പർ മന്ത് ആണ്. ക്ലെയിം ചെയ്യണേ, ഈ പോസിറ്റീവ് എനർജീസ് എല്ലാം ക്ലെയിം ചെയ്ത് തന്നെ കൊണ്ടു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിനേക്കാൾ കൂടുതൽ ജൂൺ മന്തിലെ ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്ന്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഓരോരുത്തരുടെയും ലൈഫിലെ ചാലഞ്ചസ് എന്തായിരിക്കും, എസ്പെഷ്യലി ജൂൺ മന്ത് ചാലഞ്ചസ് എന്തൊക്കെയാണ്. താങ്ക് യു. ജൂൺ മന്ത് ചാലഞ്ചസ്. ഡിലൈറ്റ്. നിങ്ങൾ ഈ എനർജിയിൽ ചില സമയത്തെങ്കിലുമൊക്കെ ആയിപ്പോവും കേട്ടോ, വിഷമിക്കുന്ന, പാസ്റ്റിൽ കയറി പോകുന്ന. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ചില സമയത്തെങ്കിലും ബുദ്ധിമുട്ട് വരും, ഒരിക്കലും ഇല്ല. നിങ്ങൾ അതല്ല നിങ്ങളുടെ എനർജി എന്ന് വെച്ചിട്ട് ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, അതിലേക്ക് വരിക. അതുപോലെ തന്നെ ചാലഞ്ച്, ഈ പറഞ്ഞ പോലെ റിസ്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് എടുക്കാനുള്ളൊരു ധൈര്യക്കുറവ് ചില സമയത്ത് വരാം നെക്സ്റ്റ് മന്ത്. ടേക്കിംഗ് റിസ്ക്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ചാലഞ്ച് ആയിട്ട് ഇതിൽ ഏതോ ഒരു പൈലിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചാലഞ്ചിങ്. അതായത് ചില സിറ്റുവേഷൻസ്, ചില ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിരിക്കും. കാരണം ചാലഞ്ചിങ് സിറ്റുവേഷനിൽ അത് ടേക്കിംഗ് റിസ്ക് വരുന്നതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. നമ്മൾ അതൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളും വരും. ഓക്കെ, വരട്ടെ. കാരണം നമുക്ക് എല്ലാം ചാടിക്കറി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി 4 കപ്സിന്റെ എനർജിയിലേക്ക് പോകും. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് മന്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ചാലഞ്ചിനെ നമ്മൾ ഓവർകം ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ വിഷമിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചിരുന്ന കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ റെഡിയാണ്, ബ്ലെസ്സിങ് ആയിട്ട് തരാൻ, ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും ഒക്കെ തരാൻ റെഡിയാണ്. നമ്മൾ അത് വാങ്ങിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു തോട്ടും. ഓക്കെ, നമ്മൾ ആ നെഗറ്റീവ് ഇമോഷൻസിലും അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചും ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ നമുക്ക് ആർക്കും ഉപയോഗമില്ലാത്ത കാര്യം നമ്മൾ ചെയ്തിട്ട് എന്ത് പ്രയോജനം. അപ്പം അതെപ്പോഴും ആലോചിക്കുക, അതനുസരിച്ച് ആക്ഷൻ എടുക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിനകത്ത് ഹാപ്പിനെസ് ഉണ്ട്. ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ഹാപ്പി എന്നൊക്കെയുള്ള രീതി തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ജൂൺ മന്തിലെ സോൾ ലെസൺ എന്താണ്. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് പൈൽ 3ന്റെ സോൾ ലെസൺ ഫോർ ജൂൺ മന്ത് ആണ്. സക്സസ്. വാവ്, ഐ നോ ദാറ്റ് ദർ ഈസ് നോ ഗ്രേറ്റർ ഗോൾ ദാൻ ടു ലവ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സക്സസ് വരും ഗൈസ്. ഹ്യൂമർ. ഐ ചൂസ് ടു ഫോക്കസ് ഓൺ ദ ലൈറ്റർ സൈഡ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ആ ഒരു ഹ്യൂമർ എനർജിയിലേക്ക് നിങ്ങൾ വരാൻ തന്നെയാണ് സ്പിരിറ്റ് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലും വിഷമിച്ച സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇത്രയും വിഷമിക്കുന്ന എനർജീസ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാർഡ്സ് ഒക്കെ വരുന്നത് ഒരിക്കലും പാടില്ല. നിങ്ങളത് ഓവർകം ചെയ്ത് തന്നെ വരണം. ഐ റിലീസ് എനി ബിലീവ് ദാറ്റ് നോ ലോങ്ങർ അസിസ്റ്റ് ഇൻ മൈ സോൾ ഗ്രോത്ത്. കാരണം ഗ്രീവിങ്ങും ഗിൽറ്റും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ സിറ്റുവേഷനിലും ഇങ്ങനെയൊക്കെ വരാം. നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസും മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് തന്നെ മുന്നോട്ട് വരണം.
ഓക്കെ. കാരണം സക്സസ്, നിങ്ങളുടെ ലൈഫിലെ സക്സസും ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. അപ്പം അതായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും. ഓക്കെ. സ്പിരിറ്റ് നമുക്ക് വേണ്ടി എല്ലാ ബ്ലെസ്സിങ്സ് തരാനും എല്ലാ ഹാപ്പിനെസ്സും തരാനും എല്ലാം എന്താ പറയുക, നമുക്ക് വേണ്ടി എല്ലാം അലൈൻ ചെയ്യാൻ റെഡിയാണ്. അപ്പം നമ്മൾ അതിനെയാണ് എന്താ പറയുക ആലോചിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഹ്യൂമൻ്റെ എനർജിയിലേക്ക് വരിക, നമ്മുടെ ലൈഫിലെ ലൈറ്റർ ആയിട്ടുള്ള സൈഡ് കാണാനും അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയിലേക്ക് പോകാനും ഒക്കെയാണ് ഡിവൈൻ്റെ ഗൈഡൻസ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സക്സസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. ഇതെനിക്കറിയാം. നെക്സ്റ്റ് മന്ത്, ജൂൺ മന്തിലെ കാര്യമാണ്. പക്ഷെ എന്നാലും ഇത് ലോങ് റണ്ണിൻ്റെ ഒരു എനർജി ആയിട്ട് എനിക്ക് സക്സസിൻ്റെ കാർഡ് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അത് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവും. പല ആൾക്കാരും നിങ്ങളെ പുറമെ നിന്നൊക്കെ കളിയാക്കി ചിരിച്ച ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ മുന്നിൽ ഉറപ്പായിട്ടും നിങ്ങൾ തല ഉയർത്തി തന്നെ നിൽക്കും. ഓക്കെ. എനിക്കറിയില്ല, റിലേഷൻഷിപ്പിൻ്റെ കേസിലും ഒക്കെ വന്നപ്പോഴത്തെ എനിക്ക് കിട്ടുന്ന എനർജിയാണ്. എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നൊന്നും എനിക്കറിയില്ല. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ഒറക്കിൾ കാർഡ്സിനകത്തുനിന്ന്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് ജൂൺ മന്തിലത്തേക്ക് പൈൽ 3ൻ്റെ ഗൈഡൻസ് എന്തൊക്കെയാണ്. സറണ്ടർ ടു ദ ഡിവൈൻ. ചില സിറ്റുവേഷൻസ് വരും, ഓട്ടോമാറ്റിക്കലി നമ്മൾ സറണ്ടർ ചെയ്യണം. അത് തന്നെയാണ് നിങ്ങളുടെ ഗൈഡൻസ്. നമുക്ക് എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉറപ്പായിട്ടും ഡിവൈനിൽ സറണ്ടർ ചെയ്യാനുള്ള ആ ഒരു സറണ്ടർ എനർജിയിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് മന്ത് വരും. ഓക്കെ. ഇതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പറയും, എന്നെക്കൊണ്ട് ഇതൊന്നും താങ്ങുന്നില്ല. ആ താങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം സ്പിരിറ്റ് ഇത് ഞാൻ അങ്ങ് തരുകയാണ്. സ്പിരിറ്റ് വേണ്ടുന്ന ആക്ഷൻ എടുത്ത് വേണ്ടുന്ന രീതി ചെയ്തു തരണേ. നത്തിങ് ഈസ് സെറ്റ് ഇൻ സ്റ്റോൺ. ഒന്നും നമ്മൾ പറഞ്ഞില്ലേ, ഒരിടത്തും അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ പതപ്പിച്ചിട്ടില്ല, ഉരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഒന്നും സെറ്റ് ഇൻ സ്റ്റോൺ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ എനർജി ആഗ്രഹിക്കുന്നു അത് തന്നെ നമ്മുടെ റിയാലിറ്റിയിൽ വരും. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക, ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക, നമുക്ക് സറണ്ടർ ചെയ്യുക. നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഒതുക്കാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലും അല്ല. എല്ലാം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് എടുക്കുക, സ്പിരിറ്റിനെ കൂടെ കൂട്ടുക, നമ്മൾ സറണ്ടർ ചെയ്യുക, സറണ്ടർ എനർജിയിലേക്ക് വരിക, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, എല്ലാ ബ്ലെസ്സിങ്സും നമ്മുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും എനിക്കറിയാം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നമ്മൾ ഡൗൺ ആയിട്ടിരുന്നാൽ എന്താണ് പ്രയോജനം? നമുക്ക് അതിലൂടെ ഒന്നും നേടാൻ പോകുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് ആയിത്തീരാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഹാപ്പി ആവുക, സക്സസ്ഫുൾ ആവുക. അപ്പം അത് ആകാനായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ. അത് തന്നെയാണ് ഇവിടുത്തെ ഗൈഡൻസ്. കാരണം നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ അത് അവിടെ എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തോട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിവൈൻ റൈറ്റ് ടൈമിൽ നമ്മുടെ ലൈഫിൽ വന്നു ചേരും. നമ്മൾ പറയില്ലേ, ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് ചുമ്മാ കേൾക്കുന്ന ഒരു വാക്കല്ല, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളടുത്ത് പറയാനുള്ള എന്താണെന്ന്. സ്പിരിറ്റ് എനിക്കറിയാം ഇവരുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന് ഇവരുടെ പറയാനുള്ള എന്താണ്. വൺ മോർ ടൈം. കുറച്ച് പാടാട്ടോ ഇതിനെ ഷഫിൾ ചെയ്യാൻ. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇവരാണ് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ്, അവരുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ram, perseverance. ഒരു മിനിറ്റ്. You have many gifts. No problems can withstand the power of your mind. With patience, you can reach your mountain top. Never give up and good luck will follow you. Oh my God. എന്താണ് നിനക്ക് വേണ്ട, മതി, ഇനി എനിക്ക് വയ്യ, ചെയ്യാൻ വയ്യ, ഞാൻ മടുത്ത്, എനിക്ക് വയ്യ സ്പിരിറ്റ്, ഞാൻ ചെയ്യാവുന്ന എൻ്റെ മാക്സിമം ചെയ്തു, ഞാൻ എടുക്കാൻ പറ്റുന്ന എൻ്റെ അത്രയും എഫേർട്ട് എടുത്തു, എൻ്റെ സക്സസ് എവിടെ, എൻ്റെ ബ്ലെസ്സിങ്സ് എവിടെ, എൻ്റെ മാനിഫെസ്റ്റേഷൻസ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നുമേ ഇല്ല. യു ഗൈസ് ആർ ഇനഫ്. ഐ ആം ഇനഫ് എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ, സീരിയസ്ലി. എനിക്കറിയാം ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മുടെ ഫുൾ എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഒന്നും റിസൾട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി, നിങ്ങളല്ല ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ആയി പോകും. പക്ഷെ ഇവിടെ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഗൈഡൻസ്, ഡൗൺ ആയി പോകരുത്. കാരണം യു ഗൈസ് ആർ ഇനഫ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് അത്ര സ്ട്രോങ് ആണ്. നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ മനസ്സ് വെച്ചാൽ അതിന് വേണ്ടത് നിങ്ങളുടെ 100-200 അല്ല,
1000% കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അത് തന്നെയാണ് ഇവിടെ വേണ്ടുന്നത്. ജൂൺ മന്തിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു മന്ത് ആയിരിക്കും. നിങ്ങളുടെ ഡ്രീംസ് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് നെക്സ്റ്റ് മന്ത്. പറ്റുവാണെങ്കിൽ 3 പൈൽസും അടുത്ത് എനിക്കൊന്നേ പറയുള്ളൂ, എനിക്കറിയില്ല തേർഡ് പൈൽ എത്ര പേര് കാണുന്നുണ്ടെന്ന്. പക്ഷേ ഡ്രീം ജേർണൽ വെക്കുക. കാരണം അടുത്ത മന്ത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ്, ചിലപ്പോൾ നിങ്ങൾ ഡേ ഡ്രീം ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ അയ്യോ ഇത് പെട്ടെന്ന് ഇത് എന്തിലോട്ടാണ് ഞാൻ ആലോചിച്ച് പോയത്, ആ ഒരു ഡേ ഡ്രീംസ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മന്ത് ആയിരിക്കും നെക്സ്റ്റ് മന്ത്. അപ്പം അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, എല്ലാ ബ്ലെസ്സിങ്സും പോസിറ്റീവ് എനർജീസും നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. എല്ലാ സക്സസ്സും മാനിഫെസ്റ്റേഷൻസും ഒക്കെ വരട്ടെ. നിങ്ങളുടെ ആ ഒരു എഫേർട്ട്, നമ്മൾ പറയില്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നില്ലേ, ഇതെൻ്റെ പർപ്പസാണ്, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ സക്സസ് വരണം, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അവിടെ തീരുന്നു കാര്യങ്ങൾ. അവരൊരാൾ റെസ്പോണ്ട് ചെയ്തില്ല, അവരിങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യമില്ല. ഇതെൻ്റെ പർപ്പസാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്തിക്കേണ്ട മെസ്സേജസ് എത്തിക്കുക എന്നുള്ളത് എൻ്റെ പർപ്പസാണ്. അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടി ഞാൻ എനർജി കൊടുക്കുക, അതിന് ഞാൻ എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സിന് സപ്പോർട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. അത് മാത്രമേ നമുക്കോട് ചെയ്യാൻ പറ്റൂ. ബാക്കിയൊക്കെ ഡിവൈൻ ടൈമിങ് അതൊക്കെ എന്താ പറയുക, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളൊന്നും കിട്ടില്ല. ആ പേഷ്യൻസ് കീപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ടൈം ഉറപ്പായിട്ടും വരും. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ.